ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പയറ് വളർത്തുന്നവർ പയറ് വളർത്തുന്നവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ചാഴിയുടെ ശല്യം എന്ന് പറയുന്നത്. ചാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറിൻ്റെ ഈ പൂവുകളിലെയും അതുപോലെ കായകളിലെയും നീരെല്ലാം ഊറ്റി കുടിച്ച് അവരെ വികൃതമാക്കി ചെടികൾ നശിപ്പിക്കുകയാണ് ഈ ചാഴി ചെയ്യുന്ന ഒരു പ്രധാന പണി എന്ന് പറയുന്നത്. നമ്മൾ ഈ പയറ് നട്ട് വളർത്തുന്ന അവസരത്തിലും പയറിന്റെ വിത്ത് പാകുന്ന അവസരത്തിലും ഒരു ചാഴിയെ പോലും കാണാനില്ല. എന്നാൽ പയറിലെ കായ്കൾ ഉണ്ടായി കായ്കൾ വലുതാകി തുടങ്ങുന്നതിനോട് കൂടി അതിനകത്ത് നിറയെ ശരിക്കും നമ്മൾ ഒരു നിയന്ത്രണ മാർഗങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ ചാഴികൾ വന്ന് അതിൽ പൊതിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് കാണാം. ഇപ്പൊ ചാഴി വന്നിരിക്കുമ്പോൾ പയറിൻ്റെ ഇരിക്കാൻ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഒരു ചാഴിയെ കണ്ടുകൊണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി കൈ കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ അത് അപ്പുറത്തെ സൈഡിലോട്ട് മാറും, അവിടോട്ട് ചെല്ലുവാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ ചാഴി പയറിലിരുന്ന് സാറ്റ് കളിക്കുന്ന പോലെയാണ് നമുക്കത് തോന്നുന്നത്. ഈ ചാഴി ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഈ പയർ വിളഞ്ഞു കഴിയുമ്പോൾ അതേ വന്നിരുന്ന് നീരൂറ്റി കുടിച്ച് അതിനെ കാണാൻ കൊള്ളാതാക്കി അതിനകത്തെ പയറുമണിക്കകത്തെ നീരെല്ലാം ഊറ്റി കുടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്ത പരുവത്തിലേക്ക് മാറ്റും. അപ്പൊ കൃഷി ചെയ്യുന്ന ഏതൊരാളും ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇതിനെ എങ്ങനെ നമുക്കിതെന്ന് ഇല്ലാതാക്കി കളയാമെന്ന്. അപ്പൊ ഇതേ ചോദ്യം എന്നോട് പലരും ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് ഞാനിവിടെ എൻ്റെ പയറുള്ള ചെടിയിൽ പയറുണ്ടായി വരുമ്പം അതിന് ഞാൻ ചെയ്തു കൊടുക്കുന്ന മാർഗം നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എപ്പോഴും ജൈവ മാർഗങ്ങളാണ്. ജൈവ സാധനത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ കെമിക്കൽ സാധനം വാങ്ങിച്ചടിച്ചാൽ നമ്മളിത് കഴിക്കേണ്ടതാണ്. നമ്മളിത് കഴിച്ചു കഴിയുമ്പം നമ്മളുടെ ആമാശയത്തിലും ചെറുകുടലിലും വൻകുടലിലും ക്യാൻസറൊക്കെ പോലെയുള്ള മാരക രോഗങ്ങൾ വന്നു പിടിക്കും. അപ്പം നമ്മൾ ചെറിയ കാര്യങ്ങൾ, വിഷകരമല്ലാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ അടുക്കളത്തോട്ടം ചെയ്യുന്നവർ ചെയ്തു കൊടുക്കാവുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പൊ കാണിച്ചു തരുന്നതാണെന്ന് വിചാരിച്ച് ഇതിൽ ഞാൻ കീടനാശിനികൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നത് ഞാനും എൻ്റെ വീട്ടിലുള്ളവരുമാണ്. അവർക്ക് മാരകമായ രോഗങ്ങൾ വരും. അപ്പൊ നിങ്ങളും അത് ഓർത്തോണം. നമ്മൾ എന്തെങ്കിലും ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെ നിയന്ത്രിച്ച പൂർണ്ണമായ നിയന്ത്രണം ജൈവ കീടനാശിനികളിൽ കൂടെ സാധിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ചു മതി, നമുക്ക് കുറച്ച് നഷ്ടപ്പെട്ടു പോയാലും ബാക്കി കിട്ടുന്നത് നമുക്ക് കഴിക്കാലോ, പേടിക്കാതെ ആരോഗ്യപരമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ നമുക്ക് പയറിന്റെ ചെടിയുടെ അടുത്തോട്ട് പോകാം. വാ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പയർ കണ്ടതാണേ. അന്ന് നൂല് പോലെ മുടി പോലെ കിടന്നിരുന്ന പയറാണ്. ഇതേ കണ്ടോ, ഇതേപോലെ വളർന്ന് വലുതായിട്ടുണ്ട്. പയർ കിടക്കുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? ഇതേപോലെ നിങ്ങൾക്കും പയർ കിട്ടണ്ടേ? ഇതേപോലെ ഉണ്ടാകുന്ന പയറുകളുടെ വിത്താണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പയറിന്റെ വിത്ത് മാത്രമല്ല, ഏകദേശം എല്ലാ ഇനം പച്ചക്കറികളുടെയും വിത്ത് നമ്മളുടെ കയ്യിലുണ്ട്. ഗുണനിലവാരമുള്ള വിത്തുകളാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. കണ്ടോ, ഈ പയറ് ചെടിയുടെ മുന്നിലോട്ടും പുറകിലോട്ടും കാണുന്നുണ്ടോ, ഇതേപോലെ പയറുണ്ടായി കിടക്കുക കേട്ടോ. ഞാനിത് അവസാനം പറിച്ചെടുക്കുമ്പം ഒരുമിച്ച് നിങ്ങളെ കാണിക്കാം ഇതിന് എന്തുമാത്രം ഉണ്ടായിട്ടുണ്ടെന്നേ. അതേപോലെ ദേ ഇവിടെയുണ്ട് കണ്ടോ, ഇത് ഇച്ചിരി വിളഞ്ഞിട്ടുണ്ട് ഈ പയറ്. അതേപോലെ ദേ മാല പോലെ അവിടെ ഇവിടെ എല്ലാം ദേ ഇവിടെ വന്ന് നോക്കിക്കേ, കാണാവോ? ഇതുണ്ടോ, ഇങ്ങനെ എല്ലാം ഇഷ്ടം പോലെ ഇതേൽ ഇങ്ങനെ ഉണ്ടായി കിടക്കുക. ഇതേ വള്ളി ഇതേലോട്ട് അങ്ങോട്ട് വേറെ താഴേന്നൊരു ചെടി വന്നിട്ട് അത് ചുറ്റിയിരിക്കുക, കാണുന്നുണ്ടോ? ഇങ്ങനെ പയറ് നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലുള്ള ചെറിയ ടിപ്സ്, ആരോഗ്യപരമായ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്കും ഇതേപോലെ പയറ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം. ഇതിലിപ്പോൾ കാര്യമായ ചാഴിശല്യം കാണുന്നില്ല. അപ്പം ഞാൻ ഈ നിയന്ത്രണ മാർഗം ഇവിടെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഒന്നും രണ്ടും ഒക്കെ കാണുകയും ചെയ്യും കേട്ടോ. എവിടെയെങ്കിലും നീ ചാഴി എവിടെ കാണുവാണെങ്കിൽ ഇവിടെ കണ്ടോ, ഒരുത്തൻ ഇരിക്കുന്നുണ്ടോ, നമ്മളെ പറന്നുപോയി ഈ ഇലയിലായിരുന്നിരുന്നത്. കായലോട്ട് നമ്മൾ ഈ കീടനാശിനി എന്ന് പറഞ്ഞാൽ വെറും ജൈവ കീടനാശിനി ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ജൈവ കീടനാശിനി ഉണ്ടാക്കിയിട്ട് വരാം. ചാഴിശല്യം മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ്. ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഞാനിത് അരിക്കാതെ വെക്കുന്നത്. കണ്ടോ, മത്തിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ടോ? അതതിനകത്ത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. എത്ര കാലം വേണമെങ്കിലും എയർ ടൈറ്റ് ആയിട്ട് വെള്ളം വീഴാതെ അടച്ചു വെച്ചാൽ മതി. നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പം ഞാൻ ഇതിനകത്തുനിന്നൊരു 3 മില്ലി എടുക്കുന്നത്. ഒരു 3 മില്ലി ഫിഷ് അമിനോ ആസിഡാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ പൊടിയും തരിയും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ സ്പ്രെയർ പെട്ടെന്ന് കേടായി പോകും. അപ്പം നോക്കിക്കോണേ, ഞാൻ ഈ കുഞ്ഞ് സ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇതിനകത്തെ വേസ്റ്റ് ഒക്കെ മാറിക്കഴിയുമ്പം ഒരു 3 മില്ലിയേ ഇത് കാണത്തുള്ളൂ. അപ്പം ഞാൻ 1 സ്പൂണ് ഈ അരിപ്പയിലോട്ട് ഒഴിക്കുമായിരുന്നു. ഇനി
ഒഴിച്ചല്ലോ, നമ്മളിത് ഭദ്രമായിട്ട് അടച്ചു വെക്കണം. ഇപ്പം മഴയും ഒക്കെ ഉള്ള സമയമാണ്. അപ്പം വെള്ളം ഇതിനകത്ത് വീണ പെട്ടെന്ന് ഇത് കേടായി പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. അപ്പം ഞാൻ ഇത്രയും ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിക്കുവാണേ. അപ്പം നമ്മുടെ ആ ഫിഷ് അമിനോ ആസിഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ അലിയുന്നതെല്ലാം വെള്ളത്തിൽ അലിഞ്ഞ് തന്നെ താഴേക്ക് വീണോളും കേട്ടോ. കണ്ടോ, ഇത്രയും വേസ്റ്റ് അതിനകത്തുണ്ടേ. അത് നമുക്ക് ഏതെങ്കിലും ചെടിയുടെ ചോട്ടിലോട്ടങ്ങ് കുടഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് ഇതിൻ്റെ ചോട്ടിലോട്ട് ഇടാം. ഇത് മുളക് നിൽക്കുന്ന ഗ്രോ ബാഗാണേ, കണ്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു സ്പ്രെയറിലേക്ക് ഒഴിക്കണം. അപ്പോൾ സ്പ്രെയറിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഇതിനകത്തൊരു സാധനം ചേർക്കാനുണ്ട്. ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന സോപ്പാണ്, ലിക്വിഡ് സോപ്പാണ്. പാത്രം കഴുകാനും തറ തുടയ്ക്കാനും ഒത്തിരി ചെളി പിടിച്ച തുണികളുണ്ടെങ്കിൽ അത് കഴുകാനും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ കളർ ഗാർഡൊന്നും ഇതിനകത്തില്ല കേട്ടോ, അത് ഓർത്തോണം. അപ്പം ഞാൻ ഇതിനകത്തേക്കൊരു 3 മില്ലി സോപ്പ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അത്രയും സോപ്പ് ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കാം. കണ്ടോ, എന്നിട്ട് ഞാനിത് സ്പ്രെയറിലേക്ക് മാറ്റാൻ പോവുകയാണേ. ഞാൻ ഇത് വീണ്ടും ഒന്നും കൂടെ അരിച്ചാണ് സ്പ്രെയറിലേക്ക് ഒഴിക്കുന്നത്. അല്ലെ സ്പ്രെയർ പെട്ടെന്ന് കേടാകും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1000 രൂപ വിലയുള്ള ഒരു സ്പ്രെയറാണ്. അപ്പോൾ കേടായി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കുള്ള നഷ്ടമല്ലേ വരുന്നത്. അപ്പം ഞാനിത് അടച്ച് പ്രഷറാക്കിയിട്ട് നിങ്ങളെ കാണിക്കാവേ. ഈ പാകമായ ഇപ്പം നമ്മൾ പറിക്കാൻ പോകുന്ന പയറാണെങ്കിൽ പിന്നെ നമ്മൾ ചാഴിയുടെ ശല്യം ഓർക്കണ്ട. എന്നാലും വിളവെടുക്കാറായ പയറാണെങ്കിൽ പോലും നമ്മൾ ഈ ഉണ്ടാക്കിയ കീടനാശിനി ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് അടിച്ചു കൊടുക്കാം. കഴുകിയെടുത്താൽ മാത്രം മതി. കാരണം ഇതേ പറ്റി പിടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈ മത്തിയും ശർക്കരയും കൂടെ ചേർത്തുണ്ടാക്കിയ ഫിഷ് അമിനോ ആസിഡും പിന്നെ സോപ്പും മാത്രമാണല്ലോ. അപ്പം ഞാൻ ഇതെല്ലാം നല്ലോണം തളിച്ചു കൊടുക്കുവാണേ. കണ്ടോ, ഇങ്ങനെ തളിച്ചു കൊടുക്കുക. അതിപ്പോൾ ഇതിന് മാത്രമല്ല കേട്ടോ, വെണ്ടയ്ക്കും ഒക്കെ ഇത് നല്ലൊരു ജൈവ കീടനാശിനിയാണിത്. ഇതിനി ഇപ്പം കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന പയറാണേ. അപ്പം ഞാൻ അതിനും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എടാ, നമ്മുടെ പീച്ചിലൊക്കെ കിടക്കുന്ന കണ്ടോ, ഇഷ്ടംപോലെ പീച്ചിലിപ്പം വിളവെടുക്കാൻ പാകത്തിനായതുകൊണ്ട് ഈ പൂവൊക്കെ വരുന്നുണ്ടോ പയറിൻ്റെ, ഇതിലെല്ലാം നല്ലോണം നമുക്കിതങ്ങ് അടിച്ചു കൊടുക്കാം. ഇത് പടവലത്തിൻ്റെ തൈയാണ് കേട്ടോ, പുതിയതായിട്ട് കിളുത്ത് വരുന്ന പടവലത്തിൻ്റെ തൈകളാണിത്. പാവലയിലും എല്ലാ സാധനത്തിനും നമുക്കിത് തളിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ജൈവ കീടനാശിനി ഉപയോഗിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ചാഴിയുടെ ശല്യം ഉണ്ടെങ്കിൽ അടുപ്പിച്ചൊരു 3-4 പ്രാവശ്യം ചെയ്തു കൊടുക്കണം. ഞാനിത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പല ആൾക്കാരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ ചെയ്ത് വിജയിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവർ വിജയിച്ചു എന്ന് പറഞ്ഞ് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളും ഇത് തന്നെ ചെയ്തു നോക്കിക്കോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കമൻ്റായിട്ടേ. അപ്പം ഞാൻ ഇത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി തളിച്ചിട്ട് വരാം. കായ്ച്ചയുടെ ശല്യം എല്ലാം മാറും കേട്ടോ. ഇതുണ്ട്, കുമ്പള ഒരെണ്ണം ഉണ്ടായി കിടക്കുന്നതാണേ. പതുക്കെ പിന്നെ ഞാൻ ഇവിടെ കായ്ച്ചയുടെ കെണി കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ചത്ത് കിടക്കുന്ന കായ്ച്ച നിങ്ങൾക്ക് കാണാം, കണ്ടോ, അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. വെണ്ടയാണേ, ചുവപ്പ് വെണ്ടയാണ്. ഇത് വെച്ച് പിടിപ്പിച്ചപ്പം ഞാൻ ഈ കുറ്റിക്കകത്ത് വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നതാണേ. അതെന്തിനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പതുക്കെ ഇനി ഈ കുറ്റി അങ്ങ് മാറ്റിയേക്കാം. കാരണം പൂച്ചയുടെ ശല്യമൊക്കെ മാറിയിട്ടുണ്ട്, അതിനുള്ള പ്രായമായിട്ടുണ്ട്. കുറച്ചും കൂടി ഇവർ വലുതായി കഴിഞ്ഞാൽ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാകും. കണ്ടോ, ഇനി ഇതിൻ്റെ ചോട്ടിലോട്ട് നമുക്ക് കുറച്ച് മണ്ണ് കൂട്ടിയും കൊടുക്കണം. അതുപോലെ ഇതും ഞാൻ അങ്ങോട്ട് മാറ്റുവാണേ. കാരണം ഇത് പൂകുത്തിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഇഷ്ടംപോലെ മുട്ടുകളൊക്കെ വന്നു തുടങ്ങി. കണ്ടോ, ഇനി ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളവിട്ട് ചോട്ടിലോട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോൾ അവർക്ക് ഒഴിക്കാം. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ബീൻസ് ആണേ, വള്ളി ബീൻസ്, നല്ലോണം കായ്ക്കുന്ന വള്ളി ബീൻസിന്റെ വിത്ത് നമ്മുടെ അടുത്തുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വിത്ത് ചോദിച്ചോണം. പിന്നെ അവിടെ ഒരു കാര്യം കിടക്കുന്ന കണ്ടോ, ഞാൻ അവിടെ വന്നിട്ട് കാണിക്കാവേ. കണ്ടോ, സ്നോ വൈറ്റ് കുക്കുമ്പർ ഉണ്ടാകുന്ന കണ്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വെയിറ്റ് ആകാൻ വേണ്ടി നോക്കിയിട്ട് വെക്കരുത്. നമ്മൾ വീട്ടിൽ വളർത്തുന്നവര്, കച്ചവടക്കാർക്കാണെങ്കിൽ വെയിറ്റ് കിട്ടിയാലേ അവർക്ക് ലാഭമുള്ളൂ. അപ്പം നമ്മളൊരു കുറച്ചും കൂടെ ഇങ്ങനെ മുട്ടിനുണ്ടായി പോകുന്നുണ്ടോ. ഇത് സ്നോ വൈറ്റ് കുക്കുമ്പറാണ്. സ്നോ വൈറ്റ് കുക്കുമ്പറിന്റെ വിത്ത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോണം. നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് വില കൂടിയ വിത്താണ്. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്കത് വാങ്ങിച്ച് നട്ട് കായ്കൾ ഉണ്ടാകുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ വിത്തുകൾക്ക് വിലയാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് പ്രയോജനപ്പെടണ്ടേ. അപ്പോൾ ഇതേലും ഒക്കെ നമുക്കിത് തളിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ പുഴുക്കളുടെ ശല്യം ഒക്കെ നല്ലോണം കുറഞ്ഞിരിക്കും. പുഴുക്കളുടെ ശല്യം ഇത് കണ്ടോ, പുഴു കണ്ടോ, ഇങ്ങോട്ട് നോക്കി,
ഇങ്ങനെയാണ് ഈ കാബേജിൻ്റെ ഇലയിലും ഇതുപോലെ സാലഡ് കുക്കുംബറിൻ്റെ ഇലയിലൊക്കെ കണ്ടമാനം പുഴുക്കളുടെ ശല്യം വരും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ പിടിച്ചിതുപോലെ നശിപ്പിച്ച് കളഞ്ഞോണം. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കീടനാശിനി പ്രയോഗവും ചെയ്തോണം. അപ്പോൾ പയർ നട്ടുപിടിപ്പിക്കുന്നവരാരും ഇനി ചാഴിയുടെ ശല്യം ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ മരുന്ന്, ഈ പറഞ്ഞ സൂത്രം നിങ്ങളൊന്ന് ചെയ്തു കൊടുത്താൽ മതി. ഒരു ചാഴിയുടെ ശല്യം ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് നല്ലതുപോലെ പയർ, ഇപ്പം കേരളത്തിലെ ആളുകൾക്ക് ഒരു പ്രത്യേകതയാണ് ഈ വള്ളിപ്പയറിൻ്റെ തോരനും അതുപോലെ മെഴുക്ക് പുരട്ടിയും അതുപോലെ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ഓലനും ഒക്കെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള പയർ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുത്ത് കീടനാശിനി അടിക്കാത്ത പയർ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.